ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിയാനി കിച്ചൺ. ഞാനിന്നിവിടെ ഒരു സാൻഡ്വിച്ചാണ് തയ്യാറാക്കാൻ പോകുന്നത്. ചീസ് ഗാർലിക് എഗ് സാൻഡ്വിച്ച്. പിന്നെ കുറച്ച് ബ്രെഡ് പീസസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വീറ്റ് ബ്രെഡാണ്. നമുക്കിതിനൊരു ഫില്ലിങ് നമുക്ക് ആവശ്യമുണ്ട്. അത് നമുക്ക് ആദ്യം തയ്യാറാക്കി കൊണ്ടുവരാം. ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഒരു സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് സവാള ഇതുപോലെ നീളത്തിലരിഞ്ഞത്, തീരെ കനം കുറച്ചരിയണ്ട, കുറച്ച് കട്ടിയിൽ തന്നെ നീളത്തിലരിഞ്ഞത്. ഇതൊരു ഹാഫ് സവാളയാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴറ്റി അങ്ങ് സോഫ്റ്റ് ആക്കണ്ട. നമുക്കിത് കടിക്കുമ്പോൾ ഒരു ക്രഞ്ചി ആയിട്ടിരിക്കണം. അതുപോലെ മാത്രം ചെയ്തെടുത്താൽ മതി. അതിലേക്ക് തന്നെ നമുക്ക് ഒരു ഹാഫ് ക്യാപ്സിക്കം, ഒരു ടൊമാറ്റോ അകത്ത് അരിയൊക്കെ കളഞ്ഞത്, ഇതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നീളത്തിലരിഞ്ഞതാണ്. നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് പെപ്പർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ മെയിനായിട്ട് വേണ്ടത് ഗാർലിക് പൗഡറാണ്. ഇത് ഒരു 1/2 സ്പൂണോളം ഗാർലിക് പൗഡർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ വെജിറ്റബിളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അധികം നേരം നമുക്ക് വഴറ്റിയെടുക്കണ്ട. ഇനി നമുക്കിതിനെ രണ്ടായിട്ട് തിരിക്കാം. പാതി പാതി ഓരോ സൈഡിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഓരോന്നിൻ്റെ മുകളിലോട്ടും ഓരോ മുട്ട ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് 2 എണ്ണമായിട്ട് തയ്യാറാക്കി എടുക്കാനാണ്. ഇവിടെ നമുക്ക് ഒരു മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി മുട്ട ഒന്ന് വെന്ത് വരട്ടെ. ഇനി നമുക്ക് ഈ മുട്ടയുടെ മുകളിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് പെപ്പറും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ മുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബ്രെഡ് സ്ലൈസിൻ്റെ മുകളിലേക്ക് ഓരോ മുട്ട എടുത്തു വെക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഓരോ സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കാം. 2 ബ്രെഡിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അടുത്ത നമുക്ക് ഓരോ ബ്രെഡ് പീസ് കൊണ്ട് ഇത് കവർ ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ഗ്രിൽ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ചൂടാവട്ടെ. ഗ്രിൽ പാനിലേക്ക് 2 പീസും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2 സൈഡും തിരിച്ചു മറിച്ചു ഇട്ടത് ഗ്രില്ല് ചെയ്തെടുക്കണം. ഒരു സൈഡ് ഗ്രില്ലായതിന് ശേഷം ഞാനൊന്ന് മറിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സാൻഡ്വിച്ചസ് 2 സൈഡും ഗ്രില്ലായി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചീസ് ഗാർലിക് എഗ് സാൻഡ്വിച്ചസ് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു സിമ്പിൾ വീഡിയോയുമായി നമുക്ക് മിയാനി കിച്ചണിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.